ക്കും എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും കുടുംബത്തിനൊക്കെ അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. മക്കളെ, മഴ പിന്നെയും തുടങ്ങി. ഇവിടെയൊക്കെ നല്ല മഴയാണ്. ഇന്നലെ ഇന്നൊക്കെ നല്ല മഴയാണ്. ഇന്നലെ പുടുത്തം വിട്ട മഴയാണ്. ഇന്ന് പിന്നെ അങ്ങനെ മഴയില്ല, എന്നാലും മഴയുണ്ട്. മഴ എന്ന് തന്നെ പറയാം. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇന്നലെ മിഞ്ഞാന്നേറ്റ് നമ്മൾ മറ്റേ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഇതും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതങ്ങനെയാണ് പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഇന്നലെ വേറെയാണ് പ്രശ്നം. കാരണം 47-കാരനായ ബാബു സ്വന്തം മാതാപിതാക്കളെ കുത്തിക്കൊന്നിരിക്കുന്നു. ബാബു വിവാഹം കഴിച്ചിട്ടില്ല, 47 വയസ്സായി, മദ്യപാനിയാണ്, ഇറച്ചി വെട്ടുകാരനാണ്. ആ ഇറച്ചി വെട്ടി 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 ലാസ്റ്റ് മാതാപിതാക്കളെ വെട്ടി. അപ്പോൾ അതിൽ ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ ബാബു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഈ മാതാപിതാക്കൾ ആരൊക്കെ പോയി പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തിരിക്കണം. പെറ്റീഷൻ കൊടുത്തപ്പോൾ അവിടുന്ന് ഇവനെ വിളിച്ചു കൊണ്ടുപോയി പോലീസുകാരോട് ഈ മാതാപിതാക്കൾ പറഞ്ഞിരിക്കണേ, ഞങ്ങൾക്ക് പരാതിയില്ല, അതുകൊണ്ടൊന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി, വേറൊന്നും വേണ്ട. പല മാതാപിതാക്കളും ചെയ്യുന്ന തെറ്റാണിത്. കാരണം മക്കൾ എന്ത് തന്നെ പറഞ്ഞാലും, ഇപ്പോൾ നമ്മളെ വെഞ്ഞാറമൂട് അഫാൻ്റെ ഉമ്മ പറഞ്ഞെന്ന് കേട്ടില്ലേ, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് എൻ്റെ മോനെ കാണണം എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എല്ലാവരെയും കൊന്നു എന്നുള്ള കഥ അറിഞ്ഞപ്പോൾ എന്നിട്ടും എനിക്കിപ്പോഴും തോന്നുന്ന റഹീം ഖാൻ്റെ അവനോടുള്ളൊരു വെറുപ്പ് കാരണം കൊണ്ട്, നീ അവനെ ഇനി കാണേണ്ടെന്ന് ഭാര്യനോട് പറഞ്ഞത് കാരണമായിരിക്കാം ആ ഉമ്മ കാണാതിരിക്കുക. കാരണം അമ്മമാരൊക്കെ അങ്ങനെയാണ്. അവർക്ക് എന്ത് തന്നെ അവരെ നെഞ്ചത്ത് കയറിയെന്ന് ഈ മക്കൾ കയറി നിന്ന് ചവിട്ടിയാലും ആ മക്കളോട് അവർക്ക് വൈരാഗ്യം തോന്നൂല, വെറുപ്പ് തോന്നൂല. അതല്ലേ അമ്മമാർ, അങ്ങനെയാണ് അമ്മമാർ. പക്ഷേ അതേ മറിച്ച് മറ്റേ സൈസ് അമ്മമാരും ഉണ്ട്. അതായത് ജനിച്ച മക്കളെ 3-4 മാസം വളർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രസവിച്ച് 10 മാസം വരെ വയറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടു കിടക്കുക, എന്നിട്ട് അതിനെ വല്ല കവറിലും കെട്ടി ചാലിലോ ഓടയിലോ തള്ളുക, അല്ലെങ്കിൽ പാറമട്ട് കൊല്ലുക, അല്ലെങ്കിൽ കാട്ടിൽ കുഴിച്ചിടുക. ബക്കറ്റ് കൊടുത്ത് ഇപ്പം നാളൊക്കെ പറഞ്ഞു കേട്ടില്ലേ നമ്മൾ, എത്ര എണ്ണത്തിന് അങ്ങനെ കുഴിച്ചിട്ടു. അതേമാതിരിയുള്ള അമ്മമാരും നമ്മളെ കേരളത്തിൽ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. ഇതേമാതിരിയുള്ള അമ്മമാരും നമ്മളെ നാട്ടിലുണ്ട്. മക്കളെ അമിതമായി സ്നേഹിക്കുന്ന മാതാപിതാക്കൾ. അത് തന്നെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ആദ്യം തന്നെ ആ കുടുംബങ്ങൾ തമ്മിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആ പെൺകുട്ടിയോടും ഈ ചെക്കൻ്റെ മാതാപിതാക്കൾ ആ ചെക്കനോടും പറഞ്ഞ് ഉപദേശിക്കുകയായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം വരില്ല. നമ്മളെ നാട്ടിൽ കൂടെ നടക്കണ, സോഷ്യൽ മീഡിയ കൂടെ നടക്കണ, ആത്മഹത്യ ചെയ്തു ചാടിപ്പോയി, അവിടുന്ന് അവലെ കൊന്നു, ഇവിടുന്ന് ഇവരെ കൊന്നു, മറ്റോ കൊന്നു, മറിച്ചത് കൊന്നു, എല്ലാ വിവരങ്ങളും ഇവർക്കറിയാം. പക്ഷെ എന്നാലും ഇവർ വീണ്ടും 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 ഇതേ ചെയ്യുള്ളൂ. ഈ ബാബു, ഇറച്ചികെട്ടുകാരൻ ബാബു ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ അമ്മ പ്രശ്നമൊന്നുമില്ലായിരുന്നു, അമ്മയും അച്ഛനും ഇവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എപ്പോഴും മദ്യപിച്ചിട്ട് വന്നാൽ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഇറച്ചി വെട്ടുകാരനാണ്, ഈ കത്തി വീട്ടിലുണ്ട്, ഈ കത്തി എടുത്തിട്ടാണ് ആ മാതാപിതാക്കളെ കുത്തിക്കൊന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുള്ള മാതാപിതാക്കളെ, നിങ്ങളെ മക്കളെ സൂക്ഷിച്ചോളി. കാലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയും നിങ്ങളെ മക്കളെ അമിതമായി സ്നേഹിച്ച് നിങ്ങൾ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോയി കൊടുക്കുന്ന പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുന്ന കോടതിയിൽ നിന്നൊക്കെ നിങ്ങൾ പ്രശ്നമല്ല, എൻ്റെ മക്കളല്ലേ അറിഞ്ഞ് ക്ഷമിച്ച് നിങ്ങൾ മക്കളെ കൂട്ടിക്കൊണ്ടുവന്ന ആ മക്കൾ നിങ്ങളെ നാളെ കൊല്ലും. നമ്മളിത് 1 2 പലതുമായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ പാഠം പഠിക്കുക, നിങ്ങളെ ജീവനെ നിങ്ങൾ രക്ഷിക്കുക. മക്കൾ എന്തോ ചെയ്യട്ടെ, എവിടെയോ ജീവിക്കട്ടെ. ഇതൊക്കെ ശരിയാണ്. മാതാപിതാക്കൾ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം നമുക്കറിയാം. മാതാപിതാക്കൾ പരാതി ഉണ്ട് കാരണം ഇവനെ 10 ദിവസം അവിടെ പിടിച്ച് ഇരുത്തി പോലീസുകാർ 4 ഇടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നാലും മാതാപിതാക്കളുടെ അവസ്ഥ ഇത് തന്നെയാണ്. എന്തിനാണ് ഇനിയുള്ള കാലത്തൊക്കെ മക്കളെ വളർത്തുന്നത് എന്ന് ആലോചിച്ച് പോകണം. എന്തിനാണ് ഇനിയുള്ള കാലത്ത് മക്കളെ 10 മാസം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തി തിട്ടോ മൂത്രം എടുത്ത് വളർത്തി വലുതാക്കി അവൻ്റെ കൈയും കൊണ്ട് മരിക്കാൻ വേണ്ടി അവരെ വളർത്തിക്കൊണ്ട് വരുന്നൊരു കാലഘട്ടമായിരിക്കണം ഇപ്പോൾ. അതിന് ജാതിയോ മതമോ സമൂഹമോ ഒന്നും പ്രശ്നമല്ല. എല്ലാ ജാതികളിലും ചെയ്യുന്നുണ്ട്, എല്ലാ മതത്തിലും ചെയ്യുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുക.
മക്കളെ മാതാപിതാക്കൾ മുതിർന്ന മക്കളെ കുഞ്ഞുമക്കളൊക്കെ ചെയ്യണത് അവരെ ഈ പറയണ മാതിരി അതിന് ഭാഷ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ചെയ്തു പോകണമാണ് അവർ. ഈ 1 മാസം ആകുമ്പോഴോ പ്രസവിച്ച ഉടനൊക്കെ കൊന്നു കളയണതും പാറയിലടിക്കണതും ഒക്കെ വേറെ തരത്തിലുള്ള തള്ളന്മാരാണ്. അവരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അവർ ചെയ്യുന്ന ക്രൂരതകൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. പക്ഷേ ഈ മുതിർന്ന മക്കൾ 10, 20, 24, 25, 40, 50 വയസ്സിൻ്റെ ഉള്ളിലുള്ള മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ, ആ മക്കളെയൊക്കെ അവർ എത്രത്തോളം ലാളിച്ച് വളർത്തിക്കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ നമ്മളെ നാടിൻ്റെയും നമ്മളെ മനുഷ്യൻ്റെയും ചിന്താഗതിയും പോക്കും എങ്ങോട്ടാണ്? എല്ലാം മദ്യപാനം. ഈ സർക്കാർ ഈ മദ്യപാനത്തിൻ്റെ ഈ വരുമാനം നിർത്തിയിട്ട് ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ടിപ്പോൾ നമ്മളെ കുവൈത്തിൽ വരെ അതാ വാറ്റുചാരായം പിടിച്ചിരിക്കുന്നു. അവിടെയൊക്കെ മദ്യനിരോധന രാജ്യമാണ്, എന്നിട്ട് വരെ അവിടുന്ന് പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ജനങ്ങൾ ഇതിനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ കാലമൊന്നും അമ്മമാരെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം MTMA മദ്യപാനം അതിൽ 16,000 പേരുള്ള ഈ MTMAയുടെ കൂടെ ഉള്ളതാണ്. എനിക്കറിയത്തോണ്ടാട്ടോ ഞാൻ ഈ 16,000 പേരെന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് പേരുകളോട് കൂടിയിട്ടുള്ള ഈ ലഹരി ഉപയോഗ സാധനങ്ങളാണ് നമ്മളെ സ്കൂളുകളിലടക്കം വന്നു ചേരുന്നത്, സമൂഹത്തിൽ നശിപ്പിക്കുന്നത്, സമൂഹത്തെ, ജനങ്ങളെ, മക്കളെ, വളർന്നു വരുന്ന തലമുറയെ. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ജനങ്ങൾ ഇറങ്ങേണ്ടതും ചെയ്യേണ്ടതും. ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഉള്ളിക്കൊണ്ട് അപ്പോൾ കൂടുതൽ MTMAയുടെ ഇതൊന്നും വാർത്തകൾ കേൾക്കണില്ല. അപ്പോൾ അതാ മദ്യപാനം അത് ഒരു മുസ്ലിം രാജ്യമായ കുവൈത്തിൽ നിന്ന് പിടിച്ചിരിക്കണം. അതിൽ പിടിച്ചതിൽ കൂടുതലും ഇന്ത്യക്കാരെന്ന് പറയണം. ഇന്ത്യക്കാരെന്നാണ് പറഞ്ഞത്. കാരണം ഇന്ന സ്ഥലത്ത് എന്ന് പറയണില്ല, ഇന്ത്യക്കാർ. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ട്. കാരണം ഇന്ത്യക്കാർക്കായിരിക്കും കൂടുതൽ മദ്യമല്ലാതെ ജീവിക്കാൻ പറ്റാത്തത്. നമ്മുടെ സമൂഹത്തിൽ കണ്ടില്ലേ, ജാതി മത ഭേദമില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരാണിന്ന് വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ടതല്ല. ഒരു 10 വർഷത്തിന് മുമ്പ്, ഒരു 10 വർഷമല്ല, ഒരു 15-20 വർഷം മുമ്പ് തൊട്ടിട്ടുണ്ട് ഈ മദ്യപാനത്തിന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ലഹരി നമുക്ക് അത്രത്തോളം ആയത്. ഏതായാലും മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് പറയണു, നിങ്ങളെ വീട്ടിൽ മദ്യപിക്കുന്നയോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നോ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോളി. അല്ലെങ്കിൽ നിങ്ങൾ ഒരു നാൾ ഒരു കത്തിക്ക് ഇരയാകാതിരിക്കട്ടെ എന്നുള്ള അവനോട് ഞാൻ ദുആ ചെയ്യണം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? മക്കൾ കുറേ മാതാപിതാക്കൾ മക്കൾ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം മാതാപിതാക്കൾ. കുറേ മാതാപിതാക്കൾ മക്കൾ വേദനിക്കരുതെന്ന് കരുതി നോക്കുന്ന മാതാപിതാക്കൾ. ലാസ്റ്റ് 2 കൂട്ടർക്ക് സപ്പോർട്ട് ചെയ്താലും ലാസ്റ്റ് മാതാപിതാക്കൾക്കാണ് കേട്. അതായത് ഞാൻ നിർത്തുന്ന. അസ്സലാമു അലൈക്കും. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ആയസോടെ ഉണ്ടെങ്കിൽ ആരും ഇവിടുന്ന് വന്ന് കൊല്ലുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.